നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നവംബറിലെ കറണ്ട് അഫയേഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 41ാമത്തെ കറണ്ട് അഫെയർ ആണ്. അപ്പോൾ നമുക്ക് ആ ചോദ്യം നോക്കാം. 2027 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? 2027 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ഏതാണ് ആ രാജ്യം? എത്യോപ്യയാണ് കേട്ടോ. അടുത്തത് 42ാമത്തെ ചോദ്യമാണ്. എല്ലാ മേഖലകളിലും കുട്ടികളുടെ സുരക്ഷിതത്വവും സംരക്ഷണ സംവിധാനങ്ങളും ഉറപ്പാക്കുന്നതിനായി ആദ്യമായി ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം. എല്ലാ മേഖലകളിലും കുട്ടികളുടെ സുരക്ഷിതത്വവും സംരക്ഷണ സംവിധാനങ്ങളൊക്കെ ഉറപ്പിക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം ഏതാണ്? ആ രാജ്യത്തിൻ്റെ പേരാണ് ഫിജി. എന്താണ് ആ രാജ്യത്തിൻ്റെ പേര്? ഫിജി. അടുത്തത് 43ാമത്തെ ചോദ്യമാണ്. 2025 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാണ്? 2025 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ബ്രസീലിലെ ബെലേം എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? ബ്രസീലിലെ ബെലേം എന്ന് പറയുന്ന സ്ഥലത്താണ് 2025 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത്. 2027 എവിടെയാണ് നടക്കാൻ പോകുന്നത്? എത്യോപ്യയിലാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ചോദ്യം ഇതാണ്: 2026 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം എവിടെയാണ് നടക്കാൻ പോകുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഇനി അടുത്തത് നോക്കാം. അടുത്തത് 44ാമത്തെ ചോദ്യമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള ആദ്യ ദൗത്യത്തിനായി കാർഗോ ബഹിരാകാശ പേടകം വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചോദ്യം എന്താണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള ആദ്യ ദൗത്യത്തിനായി കാർഗോ ബഹിരാകാശ പേടകം വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ആ രാജ്യം ഏതാണ്? ജപ്പാനാണ് കേട്ടോ. ജപ്പാനാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 2026 നടക്കുന്ന 19ാമത് G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഏത് നഗരമാണ്? 2026 നടക്കുന്ന 19ാമത് G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഏത് നഗരമാണ്? അമേരിക്കയിലെ മിയാമി എന്ന് പറയുന്ന നഗരമാണ്. എവിടെയാണ്? അമേരിക്കയിലെ മിയാമി എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചിട്ടാണ് 2026 19ാമത് G20 ഉച്ചകോടി നടക്കാൻ പോകുന്നത്. 46ാമത്തെ ചോദ്യമാണ്. 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസ രഹിത പ്രവേശനം അവസാനിപ്പിച്ച രാജ്യം ഏതാണ്? ചോദ്യം എന്താണ്? 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസ രഹിത പ്രവേശനം അവസാനിപ്പിച്ച രാജ്യം ഏതാണ്? ഇറാൻ. ഉത്തരം ഇറാനാണ്. 2025 നവംബറിൽ നമ്മൾ ഇന്ത്യക്കാർക്കുള്ള വിസ രഹിത പ്രവേശനം അവസാനിപ്പിച്ചത്. അടുത്തത് 47ാമത്തെ ചോദ്യമാണ്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ഏത് രാജ്യത്തെ പൗരന്മാർക്കാണ് ടൂറിസ്റ്റ് വിസകൾ അനുവദിച്ചു തുടങ്ങിയത്? 5 വർഷത്തെ ഇടവേളകൾക്ക് ശേഷം ഇന്ത്യ ഏത് രാജ്യത്തെ പൗരന്മാർക്കാണ് ടൂറിസ്റ്റ് വിസകൾ അനുവദിച്ചു തുടങ്ങിയത്? ചൈനയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലായില്ലേ? നമുക്ക് 48ാമത്തെ ചോദ്യം നോക്കാം. 48ാമത്തെ ചോദ്യം ഇതാണ്. 48ാമത്തെ ചോദ്യം. അച്ഛനമ്മമാരിൽ നിന്ന് മക്കളിലേക്ക് പൗരത്വം കൈമാറ്റം ചെയ്യപ്പെടുന്ന സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റ് എന്ന നിയമം പരിഷ്കരിക്കാൻ തീരുമാനിച്ച രാജ്യം. ചോദ്യം എന്താണ്? അച്ഛനമ്മമാരിൽ നിന്ന് മക്കളിലേക്ക് പൗരത്വം കൈമാറ്റം ചെയ്യപ്പെടുന്ന സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റ് എന്ന് പറയുന്ന നിയമം പരിഷ്കരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഏതാണ് ആ രാജ്യം? കാനഡയാണ്. കാനഡയിലാണ് സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റ് എന്ന് പറയുന്ന നിയമം പരിഷ്കരിക്കാൻ തീരുമാനമെടുത്തത്. അടുത്തത് യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതയായത് ആരാണ്? യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായിട്ട് നിയമിതയായത് ആരാണ്? കീർത്തി സുരേഷാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2025 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ്? 2025 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ്? ഫാത്തിമ ബോഷ്. ആരാണ്? ഫാത്തിമ ബോഷിനാണ് 2025 മിസ് യൂണിവേഴ്സ് കിരീടം ലഭിച്ചത്. അപ്പോൾ നമുക്കിനി ഇന്ന് പഠിച്ച 10 ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം. 2027 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം. 2027 ആണ് കേട്ടോ. COP32 ആണ്. അതിന് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്?
ഉത്തരം ഓപ്ഷൻ സി ആണ്, എത്യോപ്യ അല്ലേ. അടുത്തത് 2025 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? 2025 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? അത് ബ്രസീലിലെ ബെലേം എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? ബ്രസീലിലെ ബെലേം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് 2025 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത്. ഓൾറെഡി കംപ്ലീറ്റ് ആയി, ഡിസംബറിലായിരുന്നു. നമ്മൾ നവംബറിലെ കറണ്ട് അഫയേഴ്സ് വെച്ച് പഠിച്ചതുകൊണ്ടാണ് ചോദ്യം ആ ഒരു രീതിയിൽ വന്നത്. അപ്പോൾ 2025 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെയാണ്? ബ്രസീലിലെ ബെലേം എന്ന് പറയുന്ന സ്ഥലത്താണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. എല്ലാ മേഖലകളിലും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി ആദ്യമായി ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം? എല്ലാ മേഖലകളിലും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം ഏതാണ്? ചോദ്യം എന്താണ്? എല്ലാ മേഖലകളിലും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി ആദ്യമായിട്ട് ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം ഏതാണ്? ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഫിജി. എന്തിനായിരുന്നു? എല്ലാ മേഖലകളിലും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം അവിടെ കൊണ്ടുവന്നത്. അടുത്തത് നമുക്ക് നോക്കാം. നാലാമത്തെ ചോദ്യമാണ്. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന അമേരിക്കൻ നഗരം ഏതാണ്? 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന അമേരിക്കൻ നഗരം ഏതാണ്? 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന അമേരിക്കൻ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മിയാമി. അടുത്ത ചോദ്യം നോക്കാം. 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസ രഹിത പ്രവേശനം അവസാനിപ്പിച്ച രാജ്യം? 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസ രഹിത പ്രവേശനം അവസാനിപ്പിച്ച രാജ്യം ഏതാണ്? അത് ഓപ്ഷൻ ബി ആണ്, ഇറാനാണ്. ഏതാണ്? ഓപ്ഷൻ ബി, ഇറാനാണ് ആ രാജ്യം. അടുത്ത ചോദ്യം നോക്കിക്കോ. യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതയായത്? യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായിട്ട് നിയമിതയായത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കീർത്തി സുരേഷ്. കീർത്തി സുരേഷാണ് യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായിട്ട് നിയമിതയായത്. അടുത്ത ചോദ്യം നോക്കിക്കോ. 2025 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആർക്കാണ്? 2025 മിസ് യൂണിവേഴ്സ് കിരീടം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫാത്തിമ ബോഷ്. ആരാണ്? ഫാത്തിമ ബോഷിനാണ് 2025 മിസ് യൂണിവേഴ്സ് കിരീടം ലഭിച്ചത്. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റ് നിയമം പരിഷ്കരിക്കുന്ന രാജ്യം ഏതാണ്? സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റ് നിയമം പരിഷ്കരിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കാനഡ. കാനഡയിലാണ് അങ്ങനെ ആ ഒരു നിയമത്തെ പരിഷ്കരിക്കാൻ പോകുന്നത്. അടുത്ത 9ാമത്തെ ചോദ്യമാണ്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ഏത് രാജ്യത്തെ പൗരന്മാർക്കാണ് ടൂറിസ്റ്റ് വിസകൾ അനുവദിച്ചു തുടങ്ങിയത്? 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ഏത് രാജ്യത്തെ പൗരന്മാർക്കാണ് ടൂറിസ്റ്റ് വിസകൾ അനുവദിച്ചു തുടങ്ങിയത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ചൈനയാണ്. എവിടെയാണ്? ചൈനയിലെ പൗരന്മാർക്കാണ് നമ്മുടെ ഇന്ത്യ ടൂറിസ്റ്റ് വിസകൾ അനുവദിച്ചു തുടങ്ങിയത്. എത്ര വർഷത്തിന് ശേഷമാണ്? 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അല്ലേ. അടുത്ത ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള ആദ്യ ദൗത്യത്തിനായിട്ട് കാർഗോ ബഹിരാകാശ പേടകം വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള ആദ്യ ദൗത്യത്തിനായിട്ട് കാർഗോ ബഹിരാകാശ പേടകം വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ്? അത് ഓപ്ഷൻ സി, ജപ്പാനാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 10 കറണ്ട് അഫയേഴ്സ് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ എത്ര കറണ്ട് അഫയേഴ്സ് ആയി? 50 കറണ്ട് അഫയേഴ്സ് നവംബറിലെ പഠിച്ചു. നവംബറിൽ നമുക്ക് 2-3 ക്ലാസ്സിലൂടെ നവംബറിൽ തീർക്കണം. പിന്നെ നമുക്ക് ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം അല്ലേ. ഫെബ്രുവരി മന്ത് എന്തായാലും കഴിഞ്ഞു. ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒക്ടോബറിൽ നോക്കാം. പിന്നെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി 10 കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.